WWE കണ്ട ഏറ്റവും മികച്ച ഫേസ് ക്യാരക്ടേഴ്സിൽ ഒരാൾ അതായിരുന്നു ജോൺ സീന. ഈ ജോൺ സീന എങ്ങനെയാണ് WWEയിൽ ഡെബ്യൂ ചെയ്തത്, അതായത് തുടക്കം കുറിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ജോൺ സീനയുടെ ആദ്യത്തെ ഒരു നല്ല ഫ്യൂഡിലെ ശത്രു ആരാണ് എന്നുള്ളതും, ജോൺ സീന ആദ്യമായിട്ട് മത്സരിച്ച പേപ്പർ വ്യൂ മാച്ച് ഏതാണ് എന്നുള്ളതും, ജോൺ സീനയുടെ ആദ്യത്തെ ടാഗ് ടീം പാർട്ട്ണർ ആരാണ് എന്നുള്ളതും, ഈ കാര്യങ്ങളുടെ എല്ലാം ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് വേണ്ടി ഉടനെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കഥ നടക്കുന്നത് 2002 ജൂൺ മാസത്തിൽ നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലായിരുന്നു കേർട്ട് ആംഗിൾ ഒരു വിഗും വെച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണികൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് പറഞ്ഞു, നീ മൊട്ടത്തലയനാണ് എന്നുള്ളത്. അങ്ങനെ കേർട്ട് ആംഗിൾ തന്റെ വിഗ് അവിടെ നിന്നും മാറ്റുകയുണ്ടായി. എന്നിട്ട് ബാക്ക് സ്റ്റേജിലുള്ള പുതിയ താരങ്ങൾക്ക് വേണ്ടി ഒരു അവസരം കൊടുക്കുകയുണ്ടായി. ആർക്ക് വേണമെങ്കിലും കേർട്ട് ആംഗിളിനോട് മുട്ടി നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ആർക്ക് വേണമെങ്കിലും വന്ന് ഇപ്പോൾ എന്നോട് 1-1 ആയിട്ട് മത്സരിക്കാമെന്നുള്ളത്. ആരും വന്നില്ല. അപ്പോൾ കേർട്ട് ആംഗിൾ വീണ്ടും പറഞ്ഞു, ഭാവിയിലെ വലിയ താരങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, എന്നെ പോലെ വലിയൊരു താരമായി മാറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കയറി വരാമെന്ന് പറഞ്ഞു. അപ്പോഴും ആരും വന്നില്ല. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു വ്യക്തി അവിടേക്ക് വരികയുണ്ടായി. ഒരു ചുവപ്പ് ട്രൗസറും ചുവപ്പ് ഷൂസും ധരിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ കേർട്ട് ആംഗിൾ ചോദിച്ചു, നീ ആരാടാ എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ ജോൺ സീന. എന്ത് ക്വാളിറ്റിയാണ് എന്നോട് മത്സരിക്കാൻ മാത്രം നിനക്കുള്ളത് എന്നുള്ളതും കേർട്ട് ആംഗിൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഉത്തരം റൂത്ത്ലെസ് അഗ്രഷൻ. അത് പറഞ്ഞൊരു ഒറ്റ അടിയായിരുന്നു കേർട്ട് ആംഗിളുടെ മോന്തക്കിട്ട്. അവിടെ നിന്നുമായിരുന്നു നമ്മൾ ഇന്ന് കണ്ട ജോൺ സീനയുടെ ആ ഒരു കരിയറിന്റെ ഒരു കിഡിലൻ തുടക്കം കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ തമ്മിലുള്ള മാച്ച് ഒഫീഷ്യലി അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ആ ഒരു മാച്ചിൽ പറയാതിരിക്കാൻ വയ്യ, ജോൺ സീനയുടെ നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ഒരു ട്രിക്ക് ചെയ്തിട്ടുള്ള പിന്നിലൂടെ തന്നെയായിരുന്നു കേർട്ട് ആംഗിൾ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിജയിച്ചതോടുകൂടി ജോൺ സീനക്ക് വളരെ സങ്കടമായി. എന്നാലും ജോൺ സീന കേർട്ട് ആംഗിളിന് ഏറ്റവും അവസാനം ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വേണ്ടി പോയി. കേർട്ട് ആംഗിൾ, നീ ആരാടാ എനിക്ക് ഹാൻഡ് ഷേക്ക് തരാൻ എന്നുള്ള രീതിയിൽ അവിടെ നിന്നും ഇറങ്ങി പോകുന്നതായിരുന്നു കണ്ടത്. പക്ഷെ അവിടെയും തീർന്നില്ല. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ ജോൺ സീന കുറച്ച് റെസ്ലേഴ്സിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് റെസ്ലേഴ്സ് എല്ലാവരും പേടിച്ചുകൊണ്ട് അപ്പുറത്തൊരു സൈഡിലേക്ക് മാറിപ്പോകുന്നതും അതാ വരുന്നു അപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ദി അണ്ടർടേക്കർ. അണ്ടർടേക്കർ വന്നുകൊണ്ട്, എന്താ മോൻ്റെ നിന്റെ പേര് എന്നുള്ളത് ചോദിച്ചപ്പോൾ ജോൺ സീന എന്ന് പറയുകയും അതിനുശേഷം ജോൺ സീനക്ക് കൈ കൊടുത്തുകൊണ്ട് അണ്ടർടേക്കർ അദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്തു. കേർട്ട് ആംഗിളിന് കൊടുത്ത് അദ്ദേഹം തരാതിരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള അണ്ടർടേക്കർ ആയിരുന്നു. ആ കൈയിലേക്ക് ജോൺ സീന നോക്കി നിൽക്കുന്ന സമയത്തായിരുന്നു ആ സെഗ്മെന്റ് അവിടെ അവസാനിച്ചത്. തൊട്ടടുത്ത സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വിൻസ് മക്മാനും ക്രിസ് ജെറിക്കോയും കൂടി ബാക്ക് സ്റ്റേജിൽ നിന്നുകൊണ്ട് സംസാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ജോൺ സീന അവിടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബോസ്, നിങ്ങൾ എന്നെ ചോദിച്ചെന്ന് കേട്ടു എന്നുള്ളത് ജോൺ സീന പറഞ്ഞപ്പോൾ വിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിന്റെ ഡെബ്യൂ മാച്ച് ഞാൻ കണ്ടു, ഒരു രക്ഷയുമില്ലായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ. എന്നിട്ട് വിൻസ് മക്മാൻ ക്രിസ് ജെറിക്കോയെ ജോൺ സീനക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് പറയുകയുണ്ടായി, WWEയിലെ ആദ്യത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനാണ് ഈ നിൽക്കുന്ന ക്രിസ് ജെറിക്കോ എന്ന്. അപ്പോൾ തന്നെ ജോൺ സീന ക്രിസ് ജെറിക്കോയ്ക്കും കൈ കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ക്രിസ് ജെറിക്കോ പറഞ്ഞു, ഞാൻ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനാണ്, ആദ്യത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ, അതുകൊണ്ട് എന്നെ നീ റെസ്പെക്ട് ചെയ്യണമെന്നായിരുന്നു ക്രിസ് ജെറിക്കോ പറഞ്ഞത്. ഉടനെ തന്നെ ജോൺ സീനയുടെ കയ്യിൽ നിന്നും മോന്തക്കിട്ടൊരു അടിയായിരുന്നു ക്രിസ് ജെറിക്കോയ്ക്ക് കിട്ടിയത്. അങ്ങനെ ആ ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ തന്നെ ക്രിസ് ജെറിക്കോ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ഒരു 1-on-1 മാച്ച് തന്നെ ഉറപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ച് അവിടെ നടക്കുകയും ഉണ്ടായി. അങ്ങനെ ഈ ഒരു മാച്ചിന് ജോൺ സീന വന്നിട്ടുണ്ടായിരുന്നത് പച്ച ട്രൗസറും പച്ച ഷൂസും ധരിച്ചിട്ടായിരുന്നു. ഇതിലും ജോൺ സീനയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഒരു റോളപ്പ് പിന്നിലൂടെ ക്രിസ് ജെറിക്കോയെ തോൽപ്പിച്ച് വിജയിക്കാൻ വേണ്ടി ജോൺ സീന ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് നടന്നില്ല. ഏറ്റവും അവസാനം ക്രിസ് ജെറിക്കോ തന്നെ റോപ്പിന്റെ മുകളിൽ കാല് വെച്ചുകൊണ്ട് റെഫറി കാണാതെ ഒരു ഫേക്ക് പിന്നിലൂടെയായിരുന്നു ജോൺ സീനയെ തോൽപ്പിച്ച് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന് ശേഷം ക്രിസ് ജെറിക്കോ ജോൺ സീനക്ക് കൈ കൊടുക്കുകയുണ്ടായി. ജോൺ സീന തിരിച്ചു കൊടുത്തപ്പോൾ അവിടെ വെച്ച് വീണ്ടും ജോൺ സീനയെ ക്രിസ് ജെറിക്കോ അറ്റാക്ക് ചെയ്തു. പക്ഷേ ജോൺ സീന ഉടനെ തന്നെ അതിന് തിരിച്ചടി കൊടുക്കുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ അണ്ടർടേക്കറിനെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ജോൺ സീന കാണുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഇന്ന് ടീമാകാമെന്ന് അണ്ടർടേക്കർ പറഞ്ഞു എന്നുള്ളത് ഞാൻ അറിഞ്ഞു, അതിന് വളരെയധികം സന്തോഷമുണ്ട് എന്ന്. അപ്പോൾ അണ്ടർടേക്കർ പറഞ്ഞു, നീ റോക്കിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ജോൺ സീന പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ റോക്കിനെ കാത്തിരിക്കുകയാണ്, റോക്കിനെ ഇന്ന് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്, അല്ലാതെ നിന്റെ മാച്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നില്ല, അതെനിക്ക് അത്ര വലിയ പുത്തിരിയായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയായിരുന്നു അണ്ടർടേക്കർ പറഞ്ഞത്. ഇനിയും ഒരുപാട് നേരം നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്കായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്നുള്ളതും അണ്ടർടേക്കർ ജോൺ സീനയോട് പറഞ്ഞു. അപ്പോൾ തന്നെ ജോൺ സീന അവിടെ നിന്നും സ്ഥലം
വിടുകയുണ്ടായി. അങ്ങനെ ബാക്ക് സ്റ്റേജിൽ വീണ്ടും അണ്ടർടേക്കറിനെ കാണിച്ചപ്പോൾ സെക്യൂരിറ്റികളെല്ലാം തന്നെ വന്നുകൊണ്ട് അണ്ടർടേക്കറിനോട് റോക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അണ്ടർടേക്കർ അതൊന്നും കേട്ടില്ല. ഒരു ലിമോസിൻ വന്നപ്പോൾ അണ്ടർടേക്കർ അതിന്റെ ഡോർ തുറന്ന് അടിക്കാൻ വേണ്ടി നിന്നു. പക്ഷേ വന്നത് റോക്ക് ആയിരുന്നില്ല, ക്രിസ് ജെറിക്കോയും കേർട്ട് ആംഗിളുമായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കെതിരെയാണ് ജോൺസിനെയും അണ്ടർടേക്കറും ഇന്ന് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും അണ്ടർടേക്കറിനെ കളിയാക്കുന്നത് നമ്മൾ അതിലൂടെ കണ്ടു. കളിയാക്കൽ മാത്രമല്ല, ഏറ്റവും അവസാനം അണ്ടർടേക്കർ ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുന്നതും ഇവർ രണ്ടുപേരും ചൊടി പിടിപ്പിച്ചതിന് ശേഷം അറ്റാക്ക് ചെയ്യുന്നതും നമ്മൾ കണ്ടു. എന്നിട്ട് അണ്ടർടേക്കർ ബാക്ക് സ്റ്റേജിലെത്തിയപ്പോൾ അവിടെ ഷൂ കെട്ടുന്ന ജോൺസിനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ജോൺസിനോടെ ആയിട്ട് അണ്ടർടേക്കർ ചോദിച്ചു, കേർട്ട് ആംഗിളും ക്രിസ് ജെറിക്കോയും വന്നുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു എന്ന്. അപ്പോൾ ജോൺസിന പറഞ്ഞു, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും കൂടി തല്ല് കിട്ടുമെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ പോയതാണ് എന്നായിരുന്നു ജോൺസിന പറഞ്ഞത്. ഇതിനെല്ലാം തന്നെ മറുപടി ഇന്ന് നമുക്ക് കൊടുക്കണമെന്നായിരുന്നു അണ്ടർടേക്കർ പറഞ്ഞത്. അങ്ങനെ ആ ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ജോൺസിന ആൻഡ് അണ്ടർടേക്കർ വേഴ്സസ് ക്രിസ് ജെറിക്കോ ആൻഡ് കേർട്ട് ആംഗിൾ തമ്മിലുള്ള ടാഗ് ടീം മാച്ച് ആയിരുന്നു. ഇതിലും ജോൺസിന ഒരു പച്ച കളർ ട്രൗസർ ധരിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പുതുതായിട്ട് വന്ന ഒരു റെസ്ലറാണ് എന്നുള്ള രീതിയിലല്ലാതെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ജോൺസിന ഈ ഒരു മാച്ചിലും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ക്രിസ് ജെറിക്കോയെ ഒരു റോളപ്പിനിലൂടെ ജോൺസിനെ തോൽപ്പിച്ചു. ജോൺസിനയുടെ WWE ആദ്യത്തെ വിജയം തന്നെയായിരുന്നു അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ക്രിസ് ജെറിക്കോ ജോൺസിനയെ റിങ്ങിലിട്ട് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. എന്നിട്ട് ഒരു സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ തന്നെ അണ്ടർടേക്കർ കയറി വന്ന് ക്രിസ് ജെറിക്കോയെയും അറ്റാക്ക് ചെയ്തു. അപ്പോൾ അതാ പുറകിൽ നിന്നും കേർട്ട് ആംഗിൾ വന്ന് അണ്ടർടേക്കറിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നും വീണ്ടും അണ്ടർടേക്കർ എഴുന്നേറ്റ് വന്ന് കേർട്ട് ആംഗിളിനെ തിരിച്ചടിക്കുകയുണ്ടായി. അങ്ങനെ അണ്ടർടേക്കർ കേർട്ട് ആംഗിളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ദ റോക്ക് അവിടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ റെസ്ൽമേനിയ 40 മെയിൻ ഇവന്റിൽ ഏറ്റവും പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്ന 3 പേരായിരുന്നു ജോൺ സീന, അണ്ടർടേക്കർ, റോക്ക്. ഇവരുടെ സ്റ്റോറി 2002 മുതലേ തുടങ്ങിയതാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി തമ്മിലുള്ള ഒരു കൂട്ടയടി തന്നെ നമ്മളവിടെ കണ്ടു. റോക്കും കേർട്ട് ആംഗിളും അണ്ടർടേക്കറും തമ്മിലുള്ള. അതോടുകൂടി ആ ഒരു സെഗ്മെന്റ് അവിടെ അവസാനിച്ചു. പിന്നീട് അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജോൺ സീന വേഴ്സസ് ക്രിസ് ജെറിക്കോ തമ്മിലുള്ള ഒരു 1-on-1 മാച്ച് നടക്കുകയുണ്ടായി. അതിൽ ജോൺ സീന ഒരു യെല്ലോ കളർ ട്രൗസർ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ക്രിസ് ജെറിക്കോയുടെ കയ്യിൽ നിന്നും ജോൺ സീനയുടെ മോന്തക്കിട്ട് ഒരു അടി കിട്ടുകയുണ്ടായി. എന്നിട്ടായിരുന്നു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ജോൺ സീനക്കിട്ട് ഒരു ലോ ബ്ലോ കൊടുക്കുന്ന ക്രിസ് ജെറിക്കോയെ കണ്ടു. അതോടുകൂടി ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഡിസ്ക്വാളിഫൈ ചെയ്തെങ്കിലും ക്രിസ് ജെറിക്കോ വിട്ടുകൊടുത്തില്ല. ക്രിസ് ജെറിക്കോ അദ്ദേഹത്തിന്റെ സബ്മിഷൻ മൂവ് ജോൺ സീനയുടെ മേൽ ചെയ്യുകയുണ്ടായി. റഫറി ഒരുപാട് തവണ പറഞ്ഞെങ്കിലും ക്രിസ് ജെറിക്കോ അതിൽ നിന്നും വിടാൻ തയ്യാറായില്ല. സെക്യൂരിറ്റികളെല്ലാം തന്നെ വന്നു. എന്നിട്ടും ക്രിസ് ജെറിക്കോ അതിൽ നിന്നും വിട്ടില്ല. വീണ്ടും ജോൺ സീനയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ചെയർ എടുത്തുകൊണ്ടുവന്ന് സെക്യൂരിറ്റീസിനെ തല്ലുമെന്ന് പറഞ്ഞ് ജോൺ സീനയെ ആ ഒരു റിങ്ങിലിട്ട് നന്നായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ് ജെറിക്കോ. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള മാച്ച് വെഞ്ചൻസ് 2002 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പർ വ്യൂവിലേക്ക് ഉറപ്പിക്കുകയുണ്ടായി. ജോൺ സീനയുടെ ആദ്യത്തെ പേപ്പർ വ്യൂ ആയിരുന്നു അത്. ആ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ക്രിസ് ജെറിക്കോ ചെയർ എടുത്തുകൊണ്ട് വന്ന് ജോൺ സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നത്. പക്ഷെ ജോൺ സീന ആ ഒരു ചെയർ തന്നെ പിടിച്ചു വാങ്ങി ക്രിസ് ജെറിക്കോയെ അറ്റാക്ക് ചെയ്തു. അതിനുശേഷമായിരുന്നു മാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനവും ഒരു റോളപ്പ് പിന്നിലൂടെ തന്നെയായിരുന്നു ജോൺസിനെ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ചിലും ജോൺസിന് ധരിച്ചത് ഒരു റെഡ് കളർ ട്രൗസർ ആയിരുന്നു. അങ്ങനെ ജോൺസിനെ മത്സരിച്ച ആദ്യത്തെ പേപ്പർ വ്യൂവിലെ ആദ്യത്തെ മാച്ചിൽ അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിംഗിൾസ് വിജയം കൂടിയായിരുന്നു ആ ഒരു മാച്ചിലൂടെ നമ്മൾ കണ്ടത്. അടുത്ത ആഴ്ച വേറെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.